ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 2 അതിഥികൾ വന്നിട്ടുണ്ട്, കാക്കക്കുട്ടന്മാർ. എന്നും വരും കേട്ടോ. അവർ രാവിലെ ആയിക്കഴിഞ്ഞാൽ അമ്മ അടുക്കളയിലെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവരെത്തും. അമ്മ എന്നും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയെ എന്താണുള്ളത് അത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് അമ്മ വിചാരിച്ചിരുന്നത് ഗോതമ്പ് ദോശയാണ് ഞങ്ങൾക്ക്. അത് ഉണ്ടാക്കി കൊടുക്കാം, ആദ്യം കാക്കയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും, ഇടയ്ക്ക് ബ്രെഡ് കൊടുക്കും, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം ഇത് കാക്കയ്ക്കുള്ളതല്ല, ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഉള്ളിച്ചമ്മന്തിയാണ് ഇന്ന് ദോശയ്ക്ക്. അപ്പോൾ ദോശ ചൂടാറാൻ വേണ്ടി വെച്ചതാട്ടോ പ്ലേറ്റിൽ. നല്ല ചൂടോട് കൂടി കാക്കയ്ക്ക് കൊടുക്കരുതല്ലോ, കാക്കയ്ക്കും വായ പൊള്ളുമല്ലോ. അപ്പോൾ വേദു കാക്കയ്ക്ക് എപ്പോഴും കൊടുക്കാൻ പറയൂ കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഞാൻ പൊട്ടിച്ചിട്ട് തരാം, കാക്ക എടുത്തോട്ടെ പറഞ്ഞു. അപ്പോൾ നമ്മളെവിടെ കണ്ട അവർ വരില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് മാറിക്കണം. എത്ര കാലമായാലും നമ്മളടുത്ത് നിന്നാൽ ചിലപ്പോൾ വരില്ല. അപ്പോൾ ഈ ഒരു കാക്കയാണ് ആദ്യം വന്നത്. അപ്പോൾ വന്നിട്ട് ഇതാ ഞാൻ വാതിലിൻ്റെ സൈഡിലേക്ക് മാറി നിന്നു. അവരിതാ ആ കാക്ക 2 കൊത്തി പറക്കി കൊണ്ടുപോയി. ചുമണ്ട് ഗൈസ്, ഇന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ മറ്റേ കാക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് കുട്ടിയാണ് എന്താ മനസ്സിലായില്ല. അപ്പം അമ്മ പറയുന്നു എന്താ കഴിച്ചോ പറയായിരുന്നു കേട്ടോ. അതും ഇങ്ങനെ നോക്കിക്കായിരുന്നു. മറ്റേ കാക്ക നല്ല പോലെ കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അമ്മ പറഞ്ഞു കുറേ കാലമായാലോ വരണോ, നീ വേണമെങ്കിൽ വന്നെടുത്തോ പറഞ്ഞു കേട്ടോ. ഞാൻ അത് വന്നെടുത്തോ ചോദിച്ചൊക്കെ അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എന്നിട്ട് വാതിലടച്ചു കുറച്ച് നേരം. കാരണം ഇനിയിപ്പോൾ അത് പേടിച്ചിട്ടാണോ വരാത്തതെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം മാറി നിന്നു. പിന്നെ അത് കഴിച്ചോന്നൊന്നും നോക്കിയില്ല കേട്ടോ. മറ്റേ കാക്ക കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതാ ഏട്ടൻ കാറ് കഴുകുമായിരുന്നു കേട്ടോ. കുറേ കാർ എടുത്തിട്ട് അപ്പോൾ പൂപ്പലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഏതായാലും കാറ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട്, മരിച്ചിടത്തേക്ക് പോവാണ്ട് കേട്ടോ. അമ്മയുടെ അച്ഛൻ്റെ ബന്ധത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ നിൽക്കുന്നത്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അമ്മ ഇറങ്ങി പിന്നാലെ എനിക്കും പോകണമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്, ചുമ കാരണം. അപ്പോൾ ബേബീനെയും വേദുവിനെയും ഒക്കെ കൊണ്ടുപോകണം. വേദുവിനും ചെറുതായിട്ട് ചുമ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ബാലവാടിക്ക് വിട്ടില്ല, ശനിയാഴ്ച. ബേബിക്ക് ക്ലാസ്സും ഇല്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മരുന്ന് കഴിച്ചിട്ടേ ഉള്ളൂ ഗൈസ്, മാറിയിട്ടില്ല. നല്ല ചുമയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണ്. ഒന്നെങ്കിൽ വെയിൽ, അല്ലെങ്കിൽ എന്താ പറയുക മഴ, അങ്ങനെയാണ്. മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുക, അതും ഇല്ല കേട്ടോ. അപ്പോൾ അതാ വേദു കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അമ്മമ്മ പോണത് നോക്കിക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഒരു 8 മണിയുടെ മുന്നേക്ക് പോയിട്ടോ. കാരണം 9:30ക്കാണ് എടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മ ഇറങ്ങി. അപ്പം ഞാനിതാ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ടോ. ഈ ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക. കുറേ വർഷമായി. അടിപൊളി ടോപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ വേദും ബേബിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ വേദു ഇങ്ങനെ പറയുന്നു അവിടുന്ന് അപ്പുറത്തുനിന്ന് ഫൈഹ ചോദിക്കണ്ട എങ്ങോട്ടാന്ന്. അമ്മേനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണേ. അവനാണല്ലോ എന്നെ കൊണ്ടുപോകണത്. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഓരോന്ന് കാട്ടും കേട്ടോ. അപ്പോൾ ഏട്ടൻ കൂട്ടുപാതയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ കാത്തു കേട്ടോ. ഏട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞേ. അതിന് മുന്നേ ഒരു ബസ്സും പോയി. ഈ ചെടി നിങ്ങൾക്കറിയോ? ഇതിങ്ങനെ നമ്മൾ ഓണക്കാലത്ത് പൂക്കളിടുമ്പോൾ അതിങ്ങനെ നുറുക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ എന്താന്ന്. അപ്പോൾ ഇതാ വേദും ബേബി അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കൊടോണ്ട് എന്തോ അവളേനെ തല്ലി. അപ്പോൾ അവൾ തിരിച്ച് തല്ലാൻ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കും ബോധവും ഇല്ല, ആ മാതിരി തല്ലുക. അവളാണെങ്കിൽ അങ്ങനെ തല്ലില്ല അവനെ. കാരണം അവൾക്കറിയാം അവൻ ചെറുതാണ് എന്ന്. പക്ഷെ ചെറുതാണെങ്കിലും കയ്യിലിരിപ്പ് ചില നേരത്ത് ഭയങ്കര ഇതാട്ടോ. അങ്ങനെ ഞങ്ങൾ കാത്തു നിന്നിട്ട് ഏട്ടെത്തി. ഒരു 9:30 കഴിഞ്ഞു വന്നപ്പോൾ. അപ്പോൾ പിന്നെ എന്താ ഞങ്ങൾ കയറി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമ എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളായിരുന്നു ഗൈസ്. ജലദോഷം വന്ന് മാറി കഴിഞ്ഞപ്പോൾ ചുമയായി കഴിഞ്ഞാൽ നമുക്കൊന്നിനും വയ്യ, വർത്താനം പറയാനും വയ്യ, സംസാരിക്കാം എന്താ വെച്ചാൽ ആകെ കൂടി ഒരു അസ്വസ്ഥതയായിരിക്കും, ഉറങ്ങാനും വയ്യ. അങ്ങനെ കറുകപ്പത്തൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇട്ട് പോകുന്നത്. നമ്മുടെ കറുകപ്പത്തൂർ എത്തി. അവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഞാൻ ആദ്യം വിചാരിച്ചു പ്രൈവറ്റിലേക്ക് പോകാമെന്ന്. ആദ്യം ഇവിടെ പോയി നോക്കി നോക്കട്ടെ. മാറുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, മാറിയില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റിലേക്ക് കാണിക്കണം കേട്ടോ. 2 മരുന്നൊക്കെ കിട്ടിയിട്ടുള്ളൂ, നോക്കി നോക്കണം. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ എത്തി. ഇന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ തിരക്കുണ്ട് അത്യാവശ്യം. ടോക്കൺ എത്ര 54 കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ ചെന്നപ്പോൾ 30 ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് വിളിക്കണോണ്ട് ചില നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ആ മെഷീൻ കേടായിരുന്നു. അപ്പോൾ പിന്നെ ചേച്ചി വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഡോക്ടറെ കാട്ടി മരുന്ന് തന്നു. മരുന്ന് വാങ്ങാൻ നിന്നപ്പോൾ ഒടുക്കത്തെ ആ ക്യൂ ഒന്ന് നീങ്ങാൻ പെട്ട പാട്. ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഞാൻ മരുന്ന് വാങ്ങി. 2 മരുന്ന് ഒരു ടോണിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ക്യൂ ഇപ്പോഴും ഉണ്ട് അവിടെ മരുന്നിൻ്റെ. അങ്ങനെ അത് വാങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേദുവിന് ജ്യൂസ് വേണമെന്നൊരു വാശി.
അപ്പോൾ അതാ ഞാൻ ഈ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞു ഞാൻ അവളോട്. അപ്പോൾ അവർക്ക് 2 പേർക്കും 2 ജ്യൂസും അതുപോലെ തന്നെ ഞാൻ പാലും ചെറിയ ഉള്ളിയും ആപ്പിളോ അങ്ങനത്തെ എന്തോ സാധനം വാങ്ങിയിട്ടോ. അധികമൊന്നും വാങ്ങിയില്ല, കാരണം എനിക്ക് ഒന്നാമതേ വയ്യായിരുന്നു, അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. ഇനി ഒരു ദിവസം ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വരണം കേട്ടോ. അവിടെ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി വരുന്നേ ഉള്ളൂ അവർ. അപ്പോൾ 2 പേർക്കും കൂടിയിട്ട് എന്താ ചോക്ലേറ്റിൻ്റെ ഷേക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വാങ്ങിയത്. ഞാൻ പേടിച്ചു, വേദു ഇനി അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അവിടെയൊക്കെ നമ്മുടെ ഡയറി മിൽക്കൊക്കെ ഇഷ്ടമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും എന്തോ ഭാഗ്യത്തിന് പറഞ്ഞില്ല. റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വാങ്ങിയില്ല, നല്ല വിലയാണ്. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയില്ല. അപ്പോൾ അതാ ആപ്പിൾ 2 വാങ്ങി, പിന്നെ എന്താ പാല് ചെറിയുള്ളി അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ കക്കരിക്ക അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടോ. എന്നിട്ട് ബില്ലടിച്ചു. അപ്പോൾ അതാ സ്നാക്സുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ, ഒന്നും ഇല്ലാത്തതില്ല. അങ്ങനെ ഞങ്ങൾ ബസ് കാത്തുനിന്നിട്ട് പിന്നെ ബസ് കിട്ടി. അപ്പം എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ താക്കോലിൻ്റെ ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു, കാരണം അമ്മ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വന്നു. അപ്പം അമ്മ ഈ പറയുന്നെങ്കിൽ എന്ത് പണി കാട്ടി താക്കോൽ ഇവിടെ വെച്ച് പോയാൽ മതിയായിരുന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ വേഗം എത്തിയല്ലോ പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ല ചിക്കനൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.